ഇന്ന് നല്ല അടിപൊളി നല്ല തിക്ക് ഗ്രേവിയിൽ ഒരു മീൻകറി ഉണ്ടാക്കിയാലോ? നോക്കിക്കോളൂ. മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. അതങ്ങ് പൊട്ടിക്കഴിയുമ്പോൾ അതിലോട്ട് ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചങ്ങ് ഇട്ട് കൊടുക്കാം. താമസിയാതെ അതിലോട്ട് ഒരു ഇടത്തര സവോള അരിഞ്ഞത് ചെറുതാക്കി അരിഞ്ഞു അതും കൂടെ ഇട്ട് കൊടുക്കാവേ. 4-5 ചെറിയ ഉള്ളിയും കൂടെ അങ്ങ് ചതച്ചിട്ട് കൊടുക്കാവേ. ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വാക്കിയെടുക്കാം കേട്ടോ. 2 തണ്ട് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. കാശ്മീരി മുളക് പൊടിയാണ്, അതിട്ട് കൊടുത്തു. ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ടെടുക്കുവാണ്. നമുക്കതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ടെടുക്കാവേ. 1 ടീസ്പൂണത്തോളം മതിയായിരിക്കും. അത് പ്രഷറിൽ നനച്ചിടണേ. 1 ടീസ്പൂണത്തോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിലോട്ട് ഞാൻ ഒരു 1/2 കപ്പ് ചോപ്പ് ടൊമാറ്റോ ഇടാണ്. ഫ്രഷ് ടൊമാറ്റോ ഉണ്ടെങ്കിൽ അതിടാം. അപ്പം ഞാൻ ചോപ്പ് ടൊമാറ്റോ എളുപ്പത്തിൽ അങ്ങ് ആവാൻ വേണ്ടിയിടുവാണ്. ഒരു 1/2 കപ്പ് ചോപ്പ് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഫ്രഷ് തക്കാളി ആണെങ്കിൽ 2-3 തക്കാളി ഇട്ട് കൊടുക്കാവേ. നല്ല തിക്കായിട്ടുള്ള കറിക്ക് നല്ലതാണ്. ഇതിലോട്ട് ഞാൻ 5 അല്ലി കുടംപുളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ അത് സോക്ക് ചെയ്ത് വെച്ചാൽ ഒരു കപ്പോളത്തോളം വെള്ളമുണ്ട്, അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കൊന്ന് അടച്ചു വയ്ക്കാവേ. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. 5 മിനിറ്റോളമായി. നന്നായിട്ട് അടയ്ക്കണം. നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പിടാം. കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ടതാണ് നേരത്തെ. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാവേ. ഒന്നുകൂടെ അങ്ങ് വഴറ്റാം. ഞാനിവിടെ ഒരു 1.5 കിലോ മീനെടുത്ത് ക്ലീൻ ചെയ്ത് വെട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ മസാലയിലോട്ട് നമുക്ക് പതുക്കെ മീൻ അങ്ങോട്ട് ഇടാവേ. മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഞാനൊരു കപ്പ് കൂടെ വെള്ളം ഒഴിക്കുവാണ്. അതൊക്കെ എനിക്ക് കൊടുക്കാം. എനിക്ക് 1/2 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു. എൻ്റെ കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനൊന്ന് മുങ്ങി ഇങ്ങനെ കിടക്കുന്നൊരു പാകമാണ്. അപ്പം ഒരുപാട് വലിയ ചട്ടിയല്ല. അപ്പം ജസ്റ്റ് ഒന്ന് ഈ ഒരു പരുവത്തിന് കൊള്ളാവുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ചു. ഒരു 1.5 കപ്പും കൂടെ, അതായത് മൊത്തം വെള്ളം മസാലയിൽ വെന്ത് കഴിയുമ്പോൾ ഒരു 1.5 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. മീൻ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കുന്നത്. മീനിൻ്റെ ഇതെല്ലാം തിളച്ച് വെന്ത് ഇത് വറ്റണം. ഇത് അടച്ചു വയ്ക്കുവാണേ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അവിടെ കിടന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മൾ മീൻ വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോടത്തോളം ആയി. ഇടയ്ക്ക് ഒന്ന് അനക്കി കൊടുത്തു ഞാൻ കേട്ടോ. ഓക്കെ, നല്ല തിളച്ച് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതുകൊണ്ടൊരു കുറച്ച് ഫ്രഷായിട്ടുള്ള കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഇട്ട് ഒരു ഇച്ചിരി അങ്ങോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്ന് നനക്കി കൊടുക്കാമേ. ഉണ്ടോ? ഇപ്പം നമ്മുടെ കിടിലൻ മീൻ കറി നല്ല സൂപ്പറായിട്ടുണ്ട്. അടിപൊളിയല്ലേ?